ഇതിൽ ആറാമത്തെ മൊഡ്യൂളിൽ നമ്മൾ റെക്കോർഡ് ചെയ്തതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നേ. സൗണ്ട് തീരെ സൗണ്ട് ഇല്ല റെക്കോർഡിങ്ങിൽ. അറിയില്ല എന്തുണ്ടായെന്ന് അറിയില്ല. അതൊരു സൗണ്ടിൽ എന്തോ ചെറിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ആറാമത്തെ മൊഡ്യൂൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? 6th മൊഡ്യൂള് കിട്ടാത്തത് മനസ്സിലാവാത്തവര്? ആരാ? ഓക്കെ വരുന്നുള്ളൂ, ഞാൻ പറഞ്ഞുതരാം. ഞാനത് നാളെ ഒന്ന് നമുക്ക് പറഞ്ഞെടുത്ത് തരാം. ഓക്കെ, നാളെ മോർണിംഗ് സെഷൻ അത് പറഞ്ഞുതരാം കേട്ടോ. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ 6th മൊഡ്യൂളിൽ ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ മനസ്സിലാകാത്തവരോ? ആറാമത്തെ മൊഡ്യൂളിൽ കാനോണിക്കൽ ഫോം ആക്കുന്നതും അതുപോലെ ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ മനസ്സിലാകാത്തവർ വേറെ ആരും ഇല്ലല്ലോ? ഹരിത അത് കിട്ടിയില്ലല്ലോ. വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ ഉണ്ടല്ലോ ഞാൻ നോക്കി നോക്കട്ടെ, ഒരു സൗണ്ട് എന്തോ ഭയങ്കര കുറവ് പോലെ വീഡിയോ. ഞാൻ നോക്കി നോക്കട്ടെ, ഞാൻ ഒന്ന് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ സൗണ്ട് എന്തോ ഭയങ്കര കുറവ് പോലെ തോന്നുന്നു സൗണ്ട് വീഡിയോയിൽ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് എയിലേക്ക് പോവാം. ഓക്കെ, പാർട്ട് എ എന്ന് പറഞ്ഞാൽ 1ാമത്തെ 2ാമത്തെ മോഡ്യൂള് ചേർത്തിട്ടാണ് പാർട്ട് എ. ഓൾറെഡി ഞാനത് പണ്ട് കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ ആണത്. കഴിഞ്ഞ വർഷം S3 ഇതേപോലെ എക്സാമിൻ്റെ ടൈമിൽ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് കാണാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലുള്ള അതുപോലെ തന്നെയാണ് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, എന്തൊക്കെ പഠിക്കണമെന്നാണ് പറയുന്നത്. അതിൽ ചോദിക്കുന്നത് ഒന്ന്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. ഒരു ഫംഗ്ഷൻ അനലിറ്റിക്, f(z) ഈസ് അനലിറ്റിക് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത് ചോദിക്കുന്നത് പാർട്ട് എ മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്, അതായത് 1ഉം 2ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നത് പ്രൂവ് ദാറ്റ് f(z) ഈസ് അനലിറ്റിക് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ചോദിക്കുക, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുന്നതാണ്. രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് u ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ട് പ്രൂവ് ദാറ്റ് u ഈസ് ഹാർമോണിക്. ഹാർമോണിക് എന്ന് കാണാൻ ചോദിക്കും. u ഈസ് ഹാർമോണിക് എന്ന് കാണാൻ ചോദിച്ചിട്ട് ഫൈൻഡ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് ചോദിക്കും. അതായത് യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെങ്കിൽ കോൺജുഗേറ്റ് v ആണ്. യുവിന്റെ കോൺജുഗേറ്റ് എന്താണ്? v. അപ്പൊ u തന്നിട്ട് v കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ v തന്നിട്ട് u കാണുന്നത്. ഓക്കെ, അതിൽ തന്നെ വേറൊരു ടൈപ്പ് കൂടി ഉണ്ട്, മില്ലി തോംസൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് f(z) കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മില്ലി തോംസൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അത് ഏത് മെത്തേഡിലോ ആയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും നമുക്ക് പഠിക്കാം. ഓക്കെ, അങ്ങനെ മില്ലി തോംസൺ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് കൂടി അതിലുണ്ട്. പിന്നെ മൂന്നാമത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എല്ലാത്തിലും ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, പിന്നെ ഉള്ളത് ഒരു ഫൈൻഡ് ഇമേജ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കർവ് തന്നിട്ട് അതിന്റെ ഇമേജ് കാണാനാണ്. അത് എത്രമാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഇമേജ് ഓഫ് എന്ന് പറയുന്നത് അത് കുറച്ച് കോംപ്ലക്സിന്റെ തിയറി അറിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇമേജിൽ തന്നെ ശ്രദ്ധിക്കണേ, ഇമേജിൽ തന്നെ ഒരു ഫിക്സഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഫൈൻഡ് ദ ട്രാൻസ്ഫോം കൺഫോമർ മാപ്പിംഗ് എന്നുള്ള സെക്ഷനിൽ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ W ഈക്വൽ ടു സൈൻ സെറ്റ് കോസ് സെറ്റ് എങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു 4 ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ആ 4 ട്രാൻസ്ഫോർമേഷൻ അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബൈഹാർട്ട് ചെയ്യുക, അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നോക്കാൻ പറഞ്ഞത്. നോക്കുക, വളരെ സിമ്പിൾ ആണ്. ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ പഠിക്കുക, കാരണം ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നില്ല, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഫിക്സഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫംഗ്ഷൻ ആണ്. ഞാൻ കാണിച്ചു തരാം ഏത് വർഷത്തിൽ ചോദിച്ചെന്ന് പറയാം. അതായത് എവിടെയാ? ഓക്കെ, 2016 ഡിസംബറിൽ ചോദിച്ചതാണ്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി ലൈൻ പറഞ്ഞിട്ട് അണ്ടർ ദി ട്രാൻസ്ഫോർമേഷൻ W ഈക്വൽ ടു സൈൻ സെറ്റ്. ഇപ്പൊ സൈൻ സെറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് നമ്മളത് അതിന്റെ തിയറിന്റെ എഴുതി വെച്ചാൽ മതി, വലിയ റിസ്ക് ഇല്ല. അതുപോലെ അത് പഠിച്ചാൽ മതി. അതങ്ങനത്തെ ഒരു 2 ഉള്ളൂ, അത് നോക്കി വെക്കുക. കിട്ടിവെച്ചാൽ അത് ബൈഹാർട്ട് ചെയ്യുക, വലിയ റിസ്ക് ഒന്നുമില്ല. അതായത് സൈൻ സെറ്റ് എന്നുള്ള ടേമിനെ u ഈക്വൽ ടു എന്നും v ഈക്വൽ ടു എന്നും സെപ്പറേറ്റ് എഴുതുന്നു. എക്സിന് c കൊടുക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും, വൈക്ക് c കൊടുക്കുമ്പോൾ അതായത് വൈക്ക് ഒരു കോൺസ്റ്റന്റ് കൊടുക്കുമ്പോൾ വേറൊരു ആൻസർ കിട്ടും. ആ രണ്ടെണ്ണത്തിന്റെ ഫിഗർ വരയ്ക്കുന്നു. ആ എല്ലാ ട്രാൻസ്ഫോർമേഷനിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അതൊന്നും നമ്മൾ പഠിച്ചു വെക്കുക. അത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അത് ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. S3 മാത്സ് യൂണിറ്റ് 1 പാർട്ട് 1 അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പ്രോബ്ലം സെക്ഷനാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് ഏതാണ്? അനലിറ്റിക് ഫംഗ്ഷൻ. എന്താണ് അനലിറ്റിക് പറഞ്ഞിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നു. ഓക്കെ, ഹെഡിങ് ഏതാണ്? അനലിറ്റിക് ഫംഗ്ഷൻ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയേ, ഇതിൽ പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 5 പ്രോപ്പർട്ടീസ് ഉണ്ട്, 5-6 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ? അതിലുണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ആരെങ്കിലും നോക്കിയോ? പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ്റെ വീഡിയോ ഉണ്ടായിരുന്നോ? ഇല്ല. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ നിന്നിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു വർഷം ചോദിച്ച പ്രോപ്പർട്ടിയാണ് ഇതാ, 2018 ചോദിച്ചതാണ്. f of z equal to u plus iv is an analytic function. Prove that u equal to c1 and v equal to c2 are family of curves cutting orthogonally. അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലല്ലോ വീഡിയോയിൽ. നോക്കിയോ? ഞാൻ അയച്ച ലിങ്കിൽ അങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടോ? An analytic function with constant real part is constant എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലല്ലോ. ഇല്ല ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അത് പ്രോപ്പർട്ടീസും പഠിക്കാം. ഒരു 5 പ്രോപ്പർട്ടി ഉള്ളൂ. അത് സിമ്പിളായിട്ട് പഠിക്കുന്നതാണ്. ഞാൻ ഇപ്പം തന്നെ ഇന്ന് തന്നെ എടുക്കാം കേട്ടോ. ആ പ്രോപ്പർട്ടീസും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൽ 2 ഫുൾ ക്വസ്റ്റ്യനും, അതായത് 15 മാർക്കിന് 2 ക്വസ്റ്റ്യനും കിട്ടും. അപ്പോൾ ഇത് ഓക്കെ. നേരത്തെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനും ലോറൻസ് സീരീസും പഠിച്ചു കഴിഞ്ഞാൽ അവിടെയും ഓക്കെ. അതിലിനി ഒരു ടോപ്പിക്കടി നമുക്ക് ചെയ്യാനുണ്ട്. ഒരു 2 ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. ഒരു സാധാ ഒരു ഇൻ്റഗ്രൽ വരുന്ന ടൈപ്പ് ഉണ്ട്. ദെൻ ലാസ്റ്റ് മോഡ്യൂൾ അത്രയും നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മോഡ്യൂൾ ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇപ്രാവശ്യം പാസ്സാവാം. ഓക്കെ, അപ്പോൾ ഹെഡിങ് എഴുതാണ് തൽക്കാലം അനലിറ്റിക് ഫംഗ്ഷൻ. ഹെഡിങ് എഴുതാം അനലിറ്റിക് ഫംഗ്ഷൻ. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ബേസിക് ആയിട്ട് എന്താ കോംപ്ലക്സ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നോക്കി മനസ്സിലാക്കുക, ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് z equal to x plus iy എന്ന ഫോമിൽ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ f of z equal to u of x, y plus I into v of x, y ഇങ്ങനെ എഴുതുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ ഓഫ് കോംപ്ലക്സ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതിന് ചുരുക്കിയിട്ട് u of x, y എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ അതിന് കോമൺ ആയിട്ട് നമ്മൾ ഇത്രയും പറയാറില്ല. f of z equal to u plus iv എന്ന് മാത്രമേ പറയാറുള്ളൂ. അതായത് റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇസഡിന്റെ റിയൽ പാർട്ട് ആണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇസഡിന്റെ റിയൽ പാർട്ട് ആണ് എന്ത്? എക്സ്. ഇസഡിന്റെ ഇമാജിനറി പാർട്ട് ആണ് എന്ത്? വൈ. അതുപോലെ എഫ് ഓഫ് ഇസഡിന്റെ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് ഇസഡ് ആണ് ആര്? യു. ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് ഇസഡ് ആണ് ആര്? വി. മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഇനിയുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്നുള്ള ഫംഗ്ഷന് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? യു പ്ലസ് ഐ വി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് പറയണമെങ്കിൽ അതിനുള്ള കണ്ടീഷനാണ് പറയുന്നത്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് പറയണമെങ്കിൽ സിമ്പിൾ ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് പറയുക? ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു ഇൻ്റഗ്രേഷനിൽ, കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ വേറൊരു രീതിയിൽ നമ്മൾ അനലിറ്റിക് പറഞ്ഞില്ലേ? അപ്പോൾ അതല്ല ഇവിടെ. ഇത്രയേ ഉള്ളൂ. എ ഫംഗ്ഷൻ ഈസ് എഫ് ഓഫ് ഇസഡ് ഈസ് ഡിഫറൻഷ്യബിൾ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് അനലിറ്റിക് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ ആണോ? അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനെ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അവർ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ആ ഇക്വേഷൻ്റെ പേരാണ് കോഷി റീമാൻ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? കോഷി റീമാൻ ഇക്വേഷൻ. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, ശ്രദ്ധിക്കണേ, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഫംഗ്ഷൻ എന്താണ്? ആ ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് പറയാം? അതിനെ അനലിറ്റിക് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രൂഫ് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോഷി സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് കോഷി റീമാൻ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ? നമുക്ക് കേട്ടിൻ്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ടുണ്ടാവില്ല.
ഓക്കെ, എന്തായാലും പ്രൂഫ് ഇന്ന് എടുത്താലോ, എടുക്കണോ എൻ്റെ തോന്നിയൊരു ഡൗട്ട്. ഓക്കെ, എന്തായാലും പ്രൂഫ് ഞാൻ അയച്ചു തരാം, അതായിരിക്കും നല്ലത്. നോട്ട് ബൈ ഹാർട്ട് ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ എന്താണ് കോഷി-റീമാൻ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, കോഷി-റീമാൻ ഇക്വേഷൻ. അപ്പോൾ ഞാൻ തൽക്കാലം അതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഹെഡിങ് എഴുതാം, കോഷി-റീമാൻ ഇക്വേഷൻ, CAUCHY, കോഷി-റീമാൻ, RIEMAN, കോഷി-റീമാൻ ഇക്വേഷൻ. RIE, കോഷി-റീമാൻ ഇക്വേഷൻ. അപ്പോൾ കോഷി-റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ f(u+iv) അനലിറ്റിക് ആവാനുള്ള നെസസറി കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ബേസിക് കണ്ടീഷൻ പറയണേ, താഴെ എഴുതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതാണ്. f(u+iv) ഈസ് അനലിറ്റിക്. f(u+iv) is analytic. ഒരു മിനിറ്റ്, ഹലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഇക്വേഷൻ പറയുന്നത്. ഈ u എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും v എന്നൊരു ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ ∂u/∂x ഈക്വൽ ടു, ഇതാണ് കോഷി-റീമാൻ ഇക്വേഷൻ പറയുന്നത്. യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ∂u/∂x ഈക്വൽ ടു ∂v/∂y. എന്താണ് ഇക്വേഷൻ? ∂u/∂x ഈക്വൽ ടു ∂v/∂y. അതുപോലെ ∂u/∂y ഈക്വൽ ടു, അല്ലെങ്കിൽ ∂v/∂x ഈക്വൽ ടു മൈനസ് ∂u/∂y. ഇതിനെ വിളിക്കുന്ന പേരാണ് കോഷി-റീമാൻ ഇക്വേഷൻ. ഓക്കെ ആണോ? എന്താണ് ഇക്വേഷൻ പറയുന്നത്? ∂u/∂x ഈക്വൽ ടു ∂v/∂y. അതുപോലെ ∂v/∂x ഈക്വൽ ടു മൈനസ് ∂u/∂y. ഈ ഒരു ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് കോഷി-റീമാൻ ഇക്വേഷൻ. ഹലോ, ഇതിപ്പോ തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് ∂u/∂y ഈക്വൽ ടു മൈനസ് ∂v/∂x എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. മനസ്സിലായില്ലേ? ഈ മൈനസ് ഇപ്പുറത്തെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, തൽക്കാലം നമ്മൾ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഫംഗ്ഷൻ എന്താണ്, ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതെന്താണ്, അത് അനലിറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല പറയാണ്, f' z ഈക്വൽ ടു, ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. f' z ഈക്വൽ ടു എന്താണ്, ∂u/∂x പ്ലസ് i ഇൻറ്റു ∂v/∂x. ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അതിന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ ആണ് ∂u/∂x പ്ലസ് i ഇൻറ്റു ∂v/∂x. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഞാനിപ്പോൾ ഓരോ സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചെയ്യുന്നു. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Prove that f of z equal to e raised to x plus y is analytic. അത് അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് ഫൈൻഡ്, അതിനുശേഷം ഫൈൻഡ് അനലിറ്റിക് ആണെങ്കിൽ എന്താണ്, f' z കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ കണ്ടോ? പ്രൂവ് ദാറ്റ് f of z equal to e raised to x plus iy is analytic. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓർ f of z equal to e raised to x plus iy എന്ന് പറഞ്ഞാൽ എന്താണ്, e raised to z ആണ്. അപ്പോൾ e raised to z എന്ന് പറഞ്ഞാലും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. കാരണം എന്താ, നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ, z equal to x plus iy ആണ്. ഓക്കെ, f of z ഉണ്ടല്ലോ, ചിലപ്പോൾ w എന്ന് പറയാറുണ്ട്. f of z നെ w എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. w equal to u plus iv കേട്ടോ. അപ്പോൾ e raised to z വന്നാലും ഇത് തന്നെ ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് ഓൾറെഡി f of z equal to എന്താണ്, താഴെ എടുത്താൽ f of z equal to, തുടങ്ങാം. ഫസ്റ്റ് എഴുതിയല്ലോ,
ഇത് അനലിറ്റിക് ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ താഴെ എടുത്ത് എഴുതാം. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എടുത്ത് എഴുതി. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ. ശ്രദ്ധിക്കുക, നമുക്ക് കോഷി-റീമാൻ ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ല, ആ ക്വസ്റ്റ്യനെ ഇതേപോലെ ആക്കി മാറ്റണം. ഏതുപോലെ? യു പ്ലസ് ഐ വി എന്ന പറഞ്ഞ ടേം ആക്കി മാറ്റണം. എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ യു പ്ലസ് ഐ വി ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈനെ നമുക്ക് എന്ത് ചെയ്യാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് എഴുതുന്നു. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് എഴുതുന്നു. ഒരു റിസൾട്ട് ഉണ്ട്. ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ് റിസൾട്ട്. ഇ റേസ് ടു ഐ തീറ്റയുടെ റിസൾട്ട് എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ ഇ റേസ് ടു ഐ വൈക്ക് നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈക്ക് എന്ത് എഴുതാം? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. എന്താ നമ്മൾ എഴുതാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഓക്കെ ആണോ? അതായത് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പൊ ഇ റേസ് ടു ഐ വൈ എന്ന് പറഞ്ഞാലോ, വൈന് തീറ്റയുടെ സ്ഥാനത്ത് വൈ കൊടുത്ത്, മനസ്സിലായോ? അപ്പൊ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. എന്തിനാ ഞാൻ ഇങ്ങനെ എഴുതിയത്? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ നോക്കി വെക്കാം, യു പ്ലസ് ഐ വി എന്ന ഫോമാറ്റ് അല്ലേ? നോക്കി വെക്ക, അല്ലേ? അല്ലേ? തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? തന്നിരിക്കുന്ന ഇക്വേഷൻ ഇപ്പൊ എന്തായി മാറി? യു പ്ലസ് ഐ ഇൻറ്റു വി എന്ന ഫോമാറ്റ് അല്ലേ? അപ്പോ ഈ അനലിറ്റിക് ആണെന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ യു പ്ലസ് ഐ വി എന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. മനസ്സിലായോ? അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ യു പ്ലസ് ഐ വിയിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എടുത്തെഴുതാണ്. അതായത് ഞാൻ മുകളിൽ എടുത്തെഴുതുന്നുണ്ട് യു ഈക്വൽ ടു, ഒപ്പം എഴുതി പൊക്കളൂടെ, ഒരുമിച്ച് എഴുതി പോവാ. യു ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ. ഇപ്പുറത്ത് വി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. ഐ പറയേണ്ട ആവശ്യമില്ലേ, കാരണം യു പ്ലസ് ഐ വി ആണ്. അപ്പൊ ഇത് മൊത്തം വിയും ഇത് മൊത്തം യു ആയിട്ടും പറയുന്നു. അതിന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ആ തന്നിരിക്കുന്ന ഇക്വേഷനെ യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ ഫോർമാറ്റിലോട്ട് മാറ്റുക. മാറ്റിയോ? മാറ്റിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഡെറിവേറ്റീവ് കാണണം. അതായത് യുവിനെ ഞാൻ എക്സില് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ യു ബൈ ഡോ എക്സ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? യുവിന് നമ്മള് എക്സില് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഇതിനെ എക്സില് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരും? എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു എക്സ് അല്ലെ? എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. ഇൻറ്റു കോസ് വൈനെ അതുപോലെ എഴുതി. അതുപോലെ ഡോ യു ബൈ ഡോ വൈ ചെയ്യുന്നു. ആ തന്നിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയില് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈയില് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പൊ നമ്മള് എക്സ് ഇ റേസ് ടു എക്സിനെ മാറ്റി നിർത്തി. ബാക്കി കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? വൈയില് ചെയ്യുമ്പോൾ മൈനസ് സൈൻ വൈ എന്നാണ്. അതൊന്ന് നീറ്റ് ആയിട്ട് എഴുതുമ്പോൾ മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. ഓക്കെ ആണോ? എന്താ നമ്മളിപ്പോ ചെയ്തത്? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ആ തന്നിരിക്കുന്ന ഇക്വേഷനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ. അതേപോലെ വിയിലേക്ക് പോയി ഡോ വി ബൈ ഡോ എക്സ് കാണാം. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരിക? ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്, ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എന്താ വരിക? ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എന്താണ്? കോസ് വൈ. ഓക്കെ ആണോ? നമ്മളിപ്പോ ചെയ്തത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. യുവിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിൽ ചെയ്യുമ്പോൾ വൈ ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്, വൈയിൽ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പുറത്ത് വിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ സി ആർ ഇക്വേഷൻ. സി ആർ ഇക്വേഷൻ എന്ന് എഴുതാണ്. സി ആർ ഇക്വേഷൻ ശരിയാണോ? സി ആർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോഷി-റീമാൻ ഇക്വേഷൻ കേട്ടോ. കോഷി-റീമാൻ ഇക്വേഷൻ ശരിയാണെന്ന് എഴുതാണ്.
ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, അതുപോലെ ഡോ യു ബൈ ഡോ വൈ ഇങ്ങനെ എഴുതിക്കോട്ടാ, നേരത്തെ മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. നേരത്തെ സി ആർ ഇക്വേഷൻ എഴുതിയത് മാറ്റിയ ഇതുപോലെ എഴുതാൻ നല്ലത്. ഇതാണ് പഠിക്കാൻ എളുപ്പം ഇതാണ്. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി, നേരത്തെ ഇത് സെയിം തന്നെയാണ്, മൈനസിന് ഞാൻ ഇപ്പുറത്തിട്ടു കേട്ടോ. ഓക്കെ, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. പഠിക്കാൻ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇങ്ങനെയായിരിക്കും ബൈ ഹാർട്ട് ചെയ്യാൻ എളുപ്പം. ശ്രദ്ധിക്കുക, ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് ഇത് ശരിയാണോ നോക്കുക. ഡോ യു ബൈ ഡോ എക്സിന്റെ വാല്യൂ നോക്കുക. ഡോ യു ബൈ ഡോ എക്സ് എത്ര? ഡോ യു ബൈ ഡോ എക്സ് ഇ റൈസ് ടു എക്സ് കോസ് വൈ ആണ് അല്ലേ. ഡോ വി ബൈ ഡോ വൈ എത്ര? ഡോ വി ബൈ ഡോ വൈ ഇത് സെയിം അല്ലേ, ഇ റൈസ് ടു എക്സ് കോസ് വൈ ആണ് അല്ലേ. അത് രണ്ട് സെയിം ആണ്. സെയിം ആണെങ്കിൽ ഇവിടെ ഒരു ടിക്ക് കൊടുക്കുക, സെയിം അല്ലെങ്കിൽ നടുക്കിലൊരു വെട്ട് കൊടുക്കുക. അപ്പൊ തന്നെ എഴുതാം സി ആർ ഇക്വേഷൻ നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് എഴുതാം. സെയിം അല്ലെങ്കിൽ, സെയിം ആണെങ്കിൽ സൈഡിലൊരു ടിക്ക് കൊടുക്കുക. അടുത്തൊരു ഡോ യു ബൈ ഡോ വൈ എത്ര? ഡോ യു ബൈ ഡോ വൈ മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ആണ്. ഡോ വി ബൈ ഡോ എക്സ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ ആണ്. അതിന്റെ ഫ്രണ്ടിൽ മൈനസ് കൊടുക്കുമ്പോൾ രണ്ടും ഈക്വൽ അല്ലേ. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് കൊടുത്താൽ രണ്ടും സെയിം അല്ലേ, സെയിം ആണ് അല്ലേ, സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore സെയിം ആണ്, therefore f of z is analytic. അതുകൊണ്ട് എന്താണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഓക്കെ എന്ന് മനസ്സിലായോ? സി ആർ ഇവിടെ താഴെ എഴുതാണ്. സി ആർ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്, therefore f of z is analytic. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതുകൊണ്ട് എഫ് ഓഫ് ഇസഡ് എന്താണ്? അനലിറ്റിക് ആണെന്ന് പറഞ്ഞു. ക്ലിയർ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചെയ്യണേ, ശ്രദ്ധിക്കണേ, ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓൾസോ ഫൈൻഡ് എഫ് ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് ഡാഷ് ഇസഡിന്റെ വാല്യൂ കാണാൻ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോ എഫ് ഡാഷ് ഇസഡ് കാണാൻ ഒരു ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഡോ യു ബൈ ഡോ എക്സ്, രണ്ട് എക്സുകളും തമ്മിൽ കൂട്ടുക, പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. എന്താ ചെയ്യേണ്ടത്? ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ എക്സും തമ്മിൽ കൂട്ടുക. ഡോ യു ബൈ ഡോ എക്സ് എനിക്ക് കിട്ടിയത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഉണ്ടെന്നുണ്ടാണ് കേട്ടോ, സോറി ഐ ഉണ്ടെന്നുണ്ട്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ആണേ. നേരത്തെ ഞാൻ പറഞ്ഞോന്നറിയില്ല, ഐ ഇൻറ്റു പറഞ്ഞിരുന്നോ? ഓക്കെ, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ആണേ. അപ്പൊ പ്ലസ് ഐ ഇൻറ്റു ഇ റൈസ് ടു എക്സ് കോസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. രണ്ടിൽ ഇ റൈസ് ടു എക്സ് കോമൺ ആണ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു നേരത്തെ ചെയ്തത് റിപ്പീറ്റ് മോഡിക്ക് എഴുതാണ്, കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഓക്കെ ആണോ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. നേരത്തെ നമ്മൾ എഴുതി ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈന് നമ്മൾ എന്ത് എഴുതിയത്? നേരത്തെ ഇ റൈസ് ടു ഐ വൈനെയാണ് സ്പ്ലിറ്റ് ചെയ്തത് അല്ലേ. ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇ റൈസ് ടു ഇസഡ് ആയിരുന്നു. ഇ റൈസ് ടു ഇസഡിന്റെ ഡെറിവേറ്റീവ് എന്താണ് നമുക്കറിയാം, അത് തന്നെയാണ് അല്ലേ. ഇ റൈസ് ടു ഇസഡിന്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് തന്നെ എത്തിക്കേട്ടാ. ഓക്കെ, കാരണം എഫ് ഓഫ് ഇസഡ് ഇ റൈസ് ടു ഇസഡ് ആയിരുന്നു അല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇ റൈസ് ടു ഇസഡ് ആയിരുന്നു. ആൻസറും കിട്ടിയാലും ഇല്ലെങ്കിൽ എന്ത് എഴുതാ? ഇ റൈസ് ടു ഇസഡിൽ എത്തിക്കുക. അപ്പൊ സൈൻ ഇസഡ് ആണ് ക്വസ്റ്റ്യൻ എങ്കിലോ, സൈൻ ഇസഡ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിന് കിട്ടിയാലും ഇല്ലെങ്കിലും കോസ് ഇസഡിലേക്ക് എത്തിക്കട്ടെ എഫ് ഡാഷ് ഇസഡിന്റെ വാല്യൂ. ഓക്കെ, കാരണം അതല്ല അതിന്റെ ഡെറിവേറ്റീവ്.